നമ്മുടെ മക്കൾ ഏതെങ്കിലും ഒരു ലഹരിക്ക് അടിമയായി പോകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ 3 കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ ലഹരിക്ക് അടിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യമോ മയക്കുമരുന്നോ പുകവലി മാത്രമല്ല ഈ അഡിക്ഷനായി മാറുന്നത്. TV കാണുന്നതും മൊബൈൽ ഫോണും ഗെയിംസും സോഷ്യൽ മീഡിയ യൂസേജും ഇതൊക്കെ ഒരു അഡിക്ഷൻ്റെ പാർട്ടാണ്. ഇതൊക്കെ ഒരു ലഹരിയാണ്. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോൾ അതൊരു ലഹരിയായി മാറുമ്പോഴാണ് നമുക്കത് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു ടെംപ്ടേഷൻ ഫീൽ ചെയ്യുക. ഒരു ടെംപ്ടേഷനിലേക്ക്, ഒരു അഡിക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നുണ്ടെന്ന് ശ്രദ്ധിക്കാനായിട്ട് നമ്മൾ ഒന്നാമതായിട്ട് വാച്ച് ചെയ്യേണ്ട കാര്യം, ഒരു വസ്തു നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് വീണ്ടും വീണ്ടും നമുക്ക് ചെയ്യണം എന്നൊരു ടെംപ്ടേഷൻ നമ്മളിൽ വരുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ അങ്ങനെ കാണിക്കുന്നുണ്ടോ, വീണ്ടും വീണ്ടും നിരന്തരമായിട്ട് ചെയ്യാനുള്ള ഒരു ടെംപ്ടേഷൻ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്നുണ്ടോ. 2, ഈ വസ്തു ഉപയോഗിക്കുന്ന സമയത്ത് മുൻപ് ഉപയോഗിച്ചതിനേക്കാൾ കൂടുതൽ സമയം റിപ്പീറ്റ് ചെയ്ത് അത് ചെയ്യാനുള്ളൊരു ടെംപ്ടേഷനിലേക്ക് കുഞ്ഞ് മാറുന്നുണ്ടോ. 3ാമതായിട്ട് ഈ വസ്തു ഉപയോഗിക്കാൻ കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവരുടെ ഇടപെടലുകളിൽ, പെരുമാറ്റ രീതിയിൽ എന്തെങ്കിലും സ്വഭാവ വ്യത്യാസങ്ങൾ കാണുന്നുണ്ടോ. ഈ 3 കാര്യങ്ങളിലൂടെ നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മൾ ഒരു അഡിക്ഷനിലേക്ക്, ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ അഡിക്ഷനായി മാറുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഈ കഴിഞ്ഞ ദിവസത്തെ ന്യൂസ് പേപ്പറിലും മീഡിയയിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. പരീക്ഷ അടുത്ത് വരുന്ന സമയത്ത് പോലും മക്കൾ ഇതേപോലുള്ള ഓരോ അഡിക്ഷനിലൂടെ ചെന്നുപെടുന്ന ഓരോ ഇൻസിഡൻറ്റുകളെ കുറിച്ച്. അപ്പം നമ്മൾ ആദ്യം തന്നെ അവരുടെ സ്വഭാവത്തിൽ ഈ 3 രീതിയിലുള്ള വ്യത്യാസങ്ങൾ കണ്ടാൽ അപ്പോൾ തന്നെ അതിനൊരു സൊല്യൂഷനെ കുറിച്ച് നാം തിങ്ക് ചെയ്യുക. ഏറ്റവും വലിയ അഡിക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ അവർക്കിഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിലേക്ക് അവരുടെ പ്രവർത്തനങ്ങളെ മാറ്റി പ്ലേസ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ കാണുന്ന അഡിക്ഷനാണ് അവർക്കുള്ളതെങ്കിൽ അതിന് പകരം ടെക്സ്റ്റ് ബുക്ക് കാണുമ്പോൾ അവർ സന്തോഷിക്കുന്ന, അതിനു വേണ്ട എൻകറേജ് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിലെ ഒരു ഗെയിമാണ് അവർക്ക് അഡിക്ഷനായിട്ട് മാറുന്നതെങ്കിൽ അത് മാറിയിട്ട് ക്ലോസ് ഫ്രണ്ട്ഷിപ്പിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് അവരെ വഴിതിരിച്ചു വിടാൻ നമുക്ക് സാധിക്കണം. ഇതല്ലെങ്കിൽ അവിടെ ഒരു നല്ല കൗൺസിലറുടെയോ കൺസൾട്ടൻറ്റിൻ്റെയോ സൗകര്യങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തണം. അതൊന്നും നാണക്കേടുള്ളൊരു കാര്യമല്ല, മറച്ചു വെക്കേണ്ട കാര്യമല്ല. നമുക്കൊരു പനി വന്നാൽ നമ്മൾ ട്രീറ്റ് ചെയ്യാറില്ലേ, ഇതുപോലെ മനസ്സിന് വരുന്ന ഓരോ അസുഖങ്ങളെയും കൃത്യമായിട്ട് ചെയ്യേണ്ട സമയത്ത് കൃത്യമായ രീതിയിൽ ട്രീറ്റ് ചെയ്താൽ നമ്മുടെ മക്കളെ നല്ല സ്വഭാവമുള്ള മക്കളായി വളർത്താനും നല്ലൊരു വിജയത്തിലേക്ക് അവർക്ക് കൈപിടിച്ച് നടത്താനും നമുക്ക് സാധിക്കും. ഓൾ ദി ബെസ്റ്റ്.